മന്ത്രി സുരേഷ് ഗോപി ഇന്നൊരു കാര്യം പറഞ്ഞത്, ചില സിനിമകൾ 100 ദിവസം ഓടിയിട്ടുണ്ടെങ്കിൽ അതാണ് ജനങ്ങളുടെ താല്പര്യമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സിനിമയിൽ നിന്നിറങ്ങാൻ സൗകര്യമില്ലെന്നും എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നും 14 ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭരചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ട്. ഇയാള് സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല, അങ്ങനെ തന്നെയാണ്. ഇതാണ് മറ്റവരെ ഒത്തിരി ഒത്തിരി അസുഖം അവർക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റും. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് സുരേഷ് ഗോപിയുടെ പരിപാടി. 14 ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊള്ളാം, ഇങ്ങനെ പരിപാടികൾ വരണം. മന്ത്രിമാർ ജനങ്ങളുമായിട്ട് എപ്പോഴും ഏത് വേദിയിലും സംവദിക്കുക എന്നുള്ളത് എപ്പോഴും പോസിറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ ഈ അപേക്ഷയും നിവേദനവുമായിട്ട് വരുന്നവരെടുത്ത് മുഖത്തടിച്ചതുപോലെ അത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, പഞ്ചായത്തെ കൊണ്ട് കൊടുക്കൂ എന്ന് പറയരുത്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പുറത്ത് കൊടുക്കൂ ഇപ്പുറത്ത് കൊടുക്കൂ എന്ന് പറയുന്നവരെ കൊണ്ടാണല്ലോ നമ്മൾ പൊറുതിമുട്ടിയിരിക്കുന്നത്. അത് പിടിച്ചു വെച്ച് വാങ്ങി വെച്ച് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ.